എബ്രായർക്ക് എഴുതിയ ലേഖനം, സ്തോത്രം, 12-ാം അധ്യായം 3-ാം വാക്യം. ഹീബ്രു ചാപ്റ്റർ 12 verse 3. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീ. 2, ക്ഷീണിക്കാതെ ഓടണമെങ്കിൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിക്കണം. 1 പറഞ്ഞു, യേശു ക്രിസ്തുവിലെ ശക്തിയെ കാത്തിരുന്ന് പ്രാപിക്കണം. അങ്ങനെ പോരാ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിക്കണം. സ്തോത്രം. ഞാൻ ആ ഭാഗത്ത് ഒരു ഇച്ചിരി നേരം ഒന്ന് നിൽക്കട്ടെ. സ്തോത്രം. നിന്നെ തളർത്താനും തകർക്കാനും മുടിക്കാനും നിന്റെ വശത്ത് 1000 പേരും നിലവലത്ത് വശത്ത് 10,000 പേരും എഴുന്നേറ്റാലും നീ പേടിക്കരുത്. നിന്റെ ധ്യാനത്തികൾ തീ കത്തും. ഓ സ്തോത്രം. 39-ാം സങ്കീർത്തനത്തിലുണ്ട്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഓട്ടത്തിൽ ക്ഷീണിക്കാതിരിക്കാൻ 1-ാമത് കാത്തിരുന്ന് ശക്തിയെ പുതുക്കണം. 2-ാമത് ശക്തിയെ പുതുക്കുക മാത്രം പോരാ, നിന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനെ ധ്യാനിക്കണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ക്രിസ്തുവിനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. ക്രിസ്തുവിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വചനം ധ്യാനിക്കുക. വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ വെളിപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവവചനം വായിച്ചിട്ട് വിട്ടാൽ പോരാ, അതിരുന്നു ധ്യാനിക്കണം. അത് ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിങ്കൽ എന്തോ ഉണ്ടാകും, തീ കത്തും. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിങ്ങളുടെ അകത്ത് വചനത്തിൻ്റെ തീ കത്താൻ പോവുക. ആളിക്കത്തുന്ന അഗ്നി പോലെ നിന്റെ അകത്ത് തിരുവചനത്തിൻ്റെ തീയെന്ന് ആളിക്കത്തുക. പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൂത്, ആ തീ കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ആർക്കും പിന്നെ തകർക്കാൻ പറ്റത്തില്ല. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ്. ഇനി ഞാൻ ഇച്ചിരുടെ ആ ഭാഗത്തേക്ക് നിൽക്കുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോവാ. ധന്യനായ പൗലൂസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പം പൗലൂസ് പറയുക, ഓട്ടക്കളത്തിൽ ഓടുകയാണ്, പക്ഷേ എല്ലാവരും ജയിക്കണമെന്നില്ല. ഓട്ടത്തിൽ എല്ലാവരും ജയിക്കുമോ? പണ്ട് ഒളിമ്പിക്സിനകത്ത് ഓടാൻ പോയ കൂട്ടത്തിൽ ഒരാൾ ഓടി ജയിച്ചു ട്രോഫിക്ക് ചെന്നപ്പം അവർ പറഞ്ഞു ഓട്ടമൊക്കെ കൃത്യമായിരുന്നു, മുമ്പിൽ വരികയും ചെയ്തു, പക്ഷേ ഇട്ടിരുന്ന ആ ട്രാക്ക് ഒന്ന് മാറി. ആരാ? പേരോർമ്മയുണ്ടോ? ഇങ്ങോട്ട് നോക്ക്, പറയട്ടെ. അപ്പം എങ്ങനെയും ഓടിയാൽ ബിരുദ് പ്രാപിക്കത്തില്ല. ഓടാൻ വരച്ചിരിക്കുന്നൊരു റൂട്ടുണ്ട്. അവിടോട്ടാണ് നമ്മുടെ ചിന്തകളെ വരാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഇച്ചിരി അത്രത്തോളം സ്തോത്രം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞില്ലേലും ഈ സന്ദേശം നിങ്ങളുടെ അകത്ത് കൊണ്ടുവരണമല്ലോ. അതല്ലേ ഇന്നത്തെ ദൂത്. സ്തോത്രം. 1 കൊരിന്ത്യർ 9:24 പൗലൂസ് വെളിപ്പെടുത്തുന്നൊരു ഭാഗം, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയില്ലയോ? എന്തേ ഉള്ളൂ? ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഞാനും അനിലും സാവിച്ചാനും കൂടെ ഓടിയാൽ ആര് ജയിക്കും? പറ. ഉറപ്പായിട്ട് അനിൽ ജയിക്കും. അപ്പൊ അനിൽ ജയിക്കുന്നോണ്ട് എന്താ അനിൽ അങ്ങ് ജയിച്ചോട്ടെന്ന് ഞാൻ വെക്കുവോ? സാവിച്ചാൻ വെക്കുവോ? ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ബൂസ്റ്റൊക്കെ മാറ്റി ഹോർലിക്സിലോട്ട് കയറി. ഹോർലിക്സൊക്കെ മാറ്റി അടുത്ത എനർജി ഡ്രിങ്കിലോട്ടൊക്കെ കയറി. രാവിലെ വീട്ടുമുറ്റത്തോടി ഗ്രൗണ്ടിലോടി വന്ന് നിൽക്കുക. സ്തോത്രം. അനിലിന് തോന്നും അനിൽ ജയിക്കുമെന്ന്, പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങളും ഓടും. പൗലോസ് പറയാ, നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. സ്തോത്രം. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം പറഞ്ഞല്ല, ജയിക്കുമെന്ന് പറഞ്ഞ് തന്നെ